നമസ്കാരം, ഇഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നൊരു ഓൾഡ് കൊറോള പെട്രോളാണ്. കസ്റ്റമറുടെ കംപ്ലൈൻറ്റ് വണ്ടി മൂവ് ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി ഗിയർ ബോക്സ് വെച്ച് കംപ്ലൈൻ്റ് എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് ക്ലച്ചായിരുന്നു. ഓൾഡ് ക്ലച്ചിൻ്റെ അവസ്ഥ ഇതാണ്. പ്രഷർ പ്ലേറ്റ് കംപ്ലീറ്റ് പൊട്ടിപ്പോയിരിക്കുകയാണ്. ക്ലച്ച് ഡിസ്കും കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇതായിരുന്നു കംപ്ലൈൻറ്റ്. ഇപ്പോൾ പുതിയ ടൊയോട്ട ജെന്യൂൻ ക്ലച്ച് തന്നെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ ലിഫ്റ്റിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വൽ കാര്യങ്ങൾ കുറച്ച് ഭാഗത്തും കൂടി ഫിക്സ് ചെയ്ത് നമ്മൾ റണ്ണിങ് കണ്ടീഷനിലോട്ട് വണ്ടി എത്തി നിൽക്കുന്ന നമുക്ക് ജസ്റ്റിനെ ഓടിച്ച് നോക്കാം. ക്ലച്ചിൽ വണ്ടി ഓടിക്കുമ്പോഴാണ് ഇതേപോലുള്ള കംപ്ലൈൻറ്റുകൾ വരാനുള്ള സാധ്യതകൾ കൂടുതൽ. അപ്പോൾ ഒരു 80-85% ക്ലച്ച് ആകുമ്പോഴേക്കും മാറ്റാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലെ വഴിയിൽ കിടക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ടൊയോട്ടയുടെ ജെന്യൂൻ സ്പെയർ ആണ്. അപ്പോൾ നമുക്ക് കൊറോള മാത്രമല്ല മറ്റെല്ലാ വണ്ടികളുടെയും ടൊയോട്ട, മാരുതി എല്ലാ വണ്ടികളുടെയും ജെന്യൂൻ സ്പെയർ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി ക്ലച്ച് കാര്യങ്ങൾ ഇടുമ്പോൾ ജെന്യൂൻ സ്പെയർ തന്നെ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രീമിയം വെഹിക്കിൾസിൻ്റെ എല്ലാ ഇമ്പോർട്ടൻറ്റ് സ്പെയറുകളും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. എന്തുണ്ടെങ്കിലും നമ്മൾ ഇഫോടെക് ടീമിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്.